ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുണിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ശ്രീകുട്ടിയെയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ഞാൻ എന്താണെങ്കിലും കടയിലേക്ക് പോയിട്ട് വരാം, നമുക്കല്പം പായസമെങ്കിലും വെക്കാം. പാൽപ്പായസം വെച്ചാൽ അത് മോൾക്കും ഇഷ്ടമാകുമല്ലോ എന്ന് ശ്യാമ പറയുകയാണ്. അതൊന്നും വേണ്ട ശ്യാമേ, ഇനി എൻ്റെ മോള് വലുതാകട്ടെ, എന്നിട്ട് മതി എനിക്ക് എൻ്റെ പിറന്നാൾ ആഘോഷങ്ങളെല്ലാം. ഇനി മോളുടെ പിറന്നാൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അത് ആഘോഷിക്കാം. നീയും അഖിലും കൂടി ഇങ്ങെത്തിയാൽ മാത്രം മതി. അല്ല, മോള് കുറെ നേരമായല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ അശ്വതി പറയുകയാണ്, അത് പിന്നെ മോള് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ചെന്ന് വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ക്ലാസ്സിൽ ഫസ്റ്റാ, നന്നായിട്ട് പഠിക്കും. അതേസമയം അരുണും ശ്രീകുട്ടിയും കൂടി വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. മോളെ, ഞാൻ പോവാന്നൊക്കെ അരുൺ പറയുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും കേക്ക് മുറിച്ചതിന് ശേഷമേ അങ്കിളിനെ വിടുവെന്ന് പറഞ്ഞ് നിർബന്ധത്തോടെ നിൽക്കുകയാണ് ശ്രീകുട്ടി. അല്ല, ഇപ്പോൾ അങ്കിൾ അകത്തേക്ക് വരണ്ട, ഞാൻ എന്താണെങ്കിലും ഈ സാരിയുമായിട്ട് അകത്തേക്ക് ചെല്ലാം, എന്നിട്ട് അമ്മയെ സാരി ഉടുപ്പിച്ചുകൊണ്ട് വരാം. അതിനുശേഷം കേക്ക് മുറിക്കാനായി അമ്മ കേക്കിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അങ്കിൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അങ്കിൾ ഇതുവരെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അങ്കിളിന് അമ്മയെ കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇന്ന് എന്താണെങ്കിലും അമ്മയുടെ ജീവിതത്തിലെ മറക്കാത്ത ബർത്ത്ഡേ ആയിരിക്കും. നമുക്കിപ്പോൾ തൽക്കാലം ആരും കാണാതെ അകത്തേക്ക് കയറാം, എന്നിട്ട് ഞാൻ പറയുമ്പോൾ അങ്കിൾ പുറത്തേക്ക് വന്നാൽ മതി. പിന്നെ വേറെ ഒരാളെ കൂടി അങ്കിളിന് കാണിച്ചു തരാം, അതും സർപ്രൈസാ. അത്രയും പറഞ്ഞ് അരുണിനെയും കൊണ്ട് മോള് അകത്തേക്ക് പോവുകയാണ്. അതേസമയം അശ്വതി ശ്യാമയോട് പറയുകയാണ്, അല്ല, മോള് പഠിക്കാൻ പോയിട്ട് കുറേ നേരമായി, ഇതുവരെ കണ്ടില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. മോള് ഇത്രയും നേരം പഠിക്കുകയായിരുന്നോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ അല്ലെന്നും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നെന്നും ശ്രീകുട്ടി പറയുന്നു. ഇത് കേൾക്കുന്ന അശ്വതി ചോദിക്കുകയാണ്, ഗിഫ്റ്റ് വാങ്ങാൻ പോയെന്നോ? എവിടെ? ഓ, ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാണില്ല ചേച്ചി, അവള് ചുമ്മാ പറയുന്നതാണെന്ന് ശ്യാമയും പറയുന്നു. തുടർന്ന് ശ്രീകുട്ടി ആ ഗിഫ്റ്റ് എടുത്ത് അശ്വതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ല, നീ ഇതെവിടെ നിന്ന് മേടിച്ചെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചെന്ന് ശ്രീമോള് പറയുന്നു. അമ്മ എന്താണെങ്കിലും ഇത് തുറന്നു നോക്ക്. അല്ല, എൻ്റെ പിറന്നാളാണിന്നെന്ന് നിനക്ക് എങ്ങനെ അറിയാമായിരുന്നെന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അത് പിന്നെ അമ്മയും ശ്യാമേച്ചിയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. മോള് വാങ്ങിത്തന്ന സമ്മാനമല്ലേ ചേച്ചി, എന്താണെങ്കിലും തുറന്നു നോക്കാൻ ശ്യാമ പറയുമ്പോൾ അശ്വതി ആ ബോക്സ് തുറക്കുകയാണ്. അതിൻ്റെ ഉള്ളിലെ സാരി കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും. അമ്മയ്ക്ക് സാരി ഇഷ്ടമായോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ഇഷ്ടമായെന്നും ഇതെവിടുന്നാ മോളെയെന്നും അശ്വതി ചോദിക്കുകയാണ്. അതൊന്നും എന്താണെങ്കിലും അമ്മ ഇപ്പം അറിയണ്ട, അമ്മ ഇപ്പോൾ തൽക്കാലം പോയി ഈ സാരി ഉടുത്തിട്ട് വാ. ചേച്ചി അത് ഉടുത്തിട്ട് വാ, മോളുടെ ആഗ്രഹമല്ലേ എന്ന് ശ്യാമയും പറയുന്നു. ശരി, ഞാനത് ഉടുത്തിട്ട് വരാം, അപ്പോൾ നീ പറയണം ഇതെവിടുന്നാണെന്ന്. എൻ്റെ അമ്മേ, അമ്മ ആദ്യം പോയി ഉടുത്തിട്ട് വാ. തുടർന്ന് അശ്വതി സാരി ഉടുക്കാനായി അകത്തേക്ക് പോകുമ്പോൾ ശ്യാമ ശ്രീമോളോട് ചോദിക്കുകയാണ്, അല്ല മോളെ, സാരി എവിടുന്നാ? എല്ലാം സസ്പെൻസാ ശ്യാമേച്ചി, ഞാൻ പറയാം. ശ്യാമേച്ചി നോക്കിക്കോ, ഞാൻ ഇന്ന് അമ്മ ഞെട്ടിക്കാൻ പോവുകയാണ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശ്രീമോള് നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ശ്യാമ ആലോചിക്കുകയാണ്, അല്ല, മോൾക്ക് ഈ സാരി എവിടെ നിന്നാകും കിട്ടിയത്? ഇനി അശ്വതി ചേച്ചിയുടെ അമ്മ വല്ലതും വാങ്ങി കൊടുത്തതാണോ ആവോ, ആർക്കറിയാം. അതേസമയം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അരുൺ. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാകുമെന്ന് ശ്രീകുട്ടി പറയുന്നു. മോള് പോയി അമ്മയെ പെട്ടെന്ന് വിളിച്ചോണ്ട് വാ, കേക്ക് മുറിച്ചുടനെ അങ്കിളിന് പോകണം. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ്, അമ്മ ഇപ്പോൾ വരും അങ്കിളെ, അമ്മ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാ. തുടർന്ന് ശ്രീകുട്ടി പറയുകയാണ്, അങ്കിളിന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നത് വരെ അങ്കിൾ ഇവിടെ മറിഞ്ഞിരിക്കണം, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാ. ഞാൻ പറഞ്ഞിട്ട് അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് അരുണും. അതേസമയം സാരി ഉടുത്തുകൊണ്ട് അശ്വതി പുറത്തേക്ക് വരുമ്പോൾ ശ്യാമ പറയുകയാണ്, സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല മോളെ, ആരാ ഈ സാരി സെലക്ട് ചെയ്തതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണെന്ന് ശ്രീകുട്ടി പറയുന്നു. തുടർന്ന് അശ്വതിയും ശ്യാമയും വിളിച്ചുകൊണ്ട് ശ്രീകുട്ടി ഹാളിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളും കേക്കുമൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും. മോളെ, ഇതൊക്കെ നീ എങ്ങനെ ചെയ്തു? അതൊക്കെ ഞാൻ ചെയ്തെന്ന് ശ്രീകുട്ടി ശ്യാമ പറയുകയാണ്, മോൾ എന്താണെങ്കിലും ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്തതല്ല, കൂടെ ആരോ ഉണ്ടായിരുന്നില്ലേ? അശ്വതി ചേച്ചിയുടെ അമ്മ വന്നല്ലേ, മുത്തശ്ശിയും മോളും കൂടിയല്ലേ ഇതൊക്കെ ചെയ്തത്. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ്, ഇതൊക്കെ ചെയ്തതേ വേറെ ഒരാളാ, എന്നും അമ്മയെ കാണണമെന്ന് എന്നോട് പറയും, പക്ഷെ ഇതുവരെ കാണിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കാമെന്നേ വാക്ക് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രീകുട്ടി പറയുകയാണ്, അങ്കിളെ, സമയമായി, കേറി വാ. ഇത് കേൾക്കുന്ന അശ്വതി പേടിയോടെ പുറത്തേക്ക് നോക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ. അതേസമയം അകത്തേക്ക് കയറി വരുന്ന അരുൺ അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അശ്വതിയും ശ്യാമയും അരുണിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ കണ്ണീരോടെ അശ്വതിയെ നോക്കുകയാണ് അരുൺ. ആകെ തകർന്നൊരവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് അരുണിനെ നോക്കുന്ന അശ്വതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.